ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് കുടിശ്ശികയുടെ കാര്യത്തിലുള്ള തീരുമാനം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ ആനുകൂല്യം വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിലോ അതിനു തൊട്ടുമുമ്പോ പ്രഖ്യാപിക്കാനുള്ള സജീവമായ ആലോചനയിലാണ് പിണറായി വിജയൻ സർക്കാർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ജീവനക്കാർക്കിടയിലെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയും സർക്കാരിന്റെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. എന്താണ് നിലവിലെ സാഹചര്യം? സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA ഗഡുക്കളിൽ വലിയൊരു ശതമാനം നിലവിൽ കുടിശ്ശികയാണ്. ഡിസംബറിലെ ദേശീയ വില സൂചിക കണക്കിലെടുക്കുമ്പോൾ ഈ മാസം 2% DA കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതോടെ ജീവനക്കാർക്ക് അവകാശപ്പെട്ട ആകെ DA 37% ഉയരും. എന്നാൽ നിലവിൽ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് വെറും 22% മാത്രമാണ്. അതായത് ഏകദേശം 15%ഓളം DA കുടിശ്ശികയായി തുടരുന്നു. ഇതിൽ 2023 ജൂലൈ മാസത്തിലും 2024 ജനുവരി മാസത്തിലും ലഭിക്കേണ്ടിയിരുന്ന 2 ഗഡുക്കളെങ്കിലും ഉടൻ അനുവദിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ജനുവരി 29 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ.